നമ്മളുടെ പൂക്കളം കാണാൻ. അപ്പം ഫ്രണ്ട്സ് നമ്മളുടെ ഓണം കൂടുതാ റെഡി. നമ്മുടെ പൂക്കളവും ഒക്കെ നമ്മൾ നല്ലോണം റെഡി ആയിട്ട് നമ്മൾ കുറച്ച് നല്ല ഡിസൈൻ ഒക്കെ ആയിട്ടാണ് അങ്ങനെ പൂവേ പൊരി പൂവേ പൂവേ. ആയിരം പൂങ്ങൾ പൂത്തൊഴിച്ചു കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോ നിറഞ്ഞു പൂ പോലെ നീ വിരിഞ്ഞു ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ തുള്ളികളായി കണ്ട നേരം കൊണ്ടനായി കൊണ്ടൊരു മിന്നലായി മിന്നലായാം കയ്യിലിട്ട പെണ്ണാകെ എത്തിത്തൂടാം മായവില്ല മായവില്ലാണ് നീ മിന്നലായാം കയ്യിലിട്ട പെണ്ണാകെ എത്തിത്തൂടാം മായവില്ല മായവില്ലാണ് നീ. ഫ്രണ്ട്സ് നമ്മളുടെ സ്കൂളൊക്കെ തുറക്കാനായില്ലേ? നമ്മുടെ ഓണം വെക്കേഷൻ ഒക്കെ നിങ്ങൾ അടിച്ചു പൊടിച്ചിട്ടില്ലേ? അപ്പൊ ഫ്രണ്ട്സ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണ്ണിമധുരമാണ്. നമ്മുടെ ഓണത്തിനുള്ളത് ഒരു ഉണ്ണിമധുരമാണ്. അത് വെച്ചാൽ സിമ്പിൾ ഒരു പുളിഞ്ചിയൊക്കെ പോലെ ഇങ്ങനെ അങ്ങനെ. അപ്പൊ നമുക്ക് അതിന്റെ റെസിപ്പീസ് പറയാം. അപ്പൊ ഫ്രണ്ട്സ് നമ്മള് എന്തൊക്കെ റെസിപ്പീസ് നോക്കിയാലോ? അപ്പൊ ഫ്രണ്ട്സ് നമ്മളിത് പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മളുടെ പുളി പീന് വെച്ചത്, പിന്നെ നമ്മളുടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ മല്ലി എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലോ? നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവർക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഫ്രണ്ട്സ് നമ്മളിതാ പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട്, പക്ഷേ പുളി വെള്ളം കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പാത്രം ഫ്രണ്ട്സ് നിൽക്കുന്നില്ല. അപ്പൊ ഫ്രണ്ട്സ് നമ്മളിതാ കപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് മുളക് പൊടിയും മല്ലിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഫ്രണ്ട്സ് നമ്മളിതാ മല്ലിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി ഇട്ട് കൊടുക്കാണ്ട് ഫ്രണ്ട്സ് നമ്മളിതാ പഞ്ചസാരയും ഉപ്പും ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എഴുതിടാം, കായ്പൊടി
ഫ്രണ്ട്സ് നമ്മുടെ മീൻ ബിരിയാണിയാണ്. അപ്പൊ എല്ലാത്തിന്റെ കൂടെ ഇത് പോവും. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് മീന്, ഞാൻ വിചാരിച്ചില്ല ബിരിയാണിന്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ബിരിയാണിന്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പൊ ബിരിയാണിന്റെ കൂടെ നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ മുളക് മാത്രമേ ഞാൻ കഴിക്കൂലാന്നേ ഉള്ളൂ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ ബിരിയാണിയുടെ കൂടെ സക്സസ് ആവുന്നത്. സദ്യന്റെ കൂടെയും പോവും, ബിരിയാണിന്റെ കൂടെയും പോവും, നമ്മൾക്ക് എന്തിന്റെ കൂടെയും നമ്മളുടെ ഈ ഒരു ഉടുവാതിരം പോവും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല, സബ്സ്ക്രൈബ്.